ഹലോ എവരിവൺ, വെൽക്കം ടു ഗാലൻ്റ് ഡേയ്സ് അക്കാദമി. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മോഡേണിറ്റിനെ പറ്റിയാണ്. സാറിന് അറിയാം, കഴിഞ്ഞ വർഷങ്ങളാണെങ്കിലും നമ്മൾ എഴുതിയ കാലങ്ങളാണെങ്കിലും ഇപ്പം ഞാൻ റീസെൻ്റ്ലി കൊടുത്താണ്. മോഡേണിറ്റി ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് തന്നെയാണ്. നമുക്കത് എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്യാപ്സുലായിട്ട് നമുക്കതെങ്ങനെ പഠിച്ചെടുക്കാം, പ്രത്യേകിച്ച് പ്രിലിംസ് വരുന്നു. മോഡേണിറ്റി ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ ഈ കോൺസെപ്ച്വലി നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മോഡേൺ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മെജോറിറ്റി സ്റ്റുഡൻസും ഈ ഹിസ്റ്ററി പോർഷൻസ് ഒക്കെ അവസാനത്തേക്ക് വെച്ചിട്ട് നമ്മളൊരു PSC ഹിസ്റ്ററി അപ്രോച്ചാണ്. കുറെ ഫാക്ട് അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് പോയി എഴുതി തകർക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആണ്. പക്ഷെ അങ്ങനത്തെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ പോലും കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം എന്നൊരു സാധനമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാല് ഇപ്പം കഴിഞ്ഞ 5 വർഷത്തെ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കോൺസെപ്ച്വലി നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആൻസറബിൾ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. പണ്ട് ചോദിക്കുന്ന ഈ എന്താ പറയാ ഒരു 1 word ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോ പ്രത്യേകിച്ച് മോഡേൺ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മോഡേൺ ഇന്ത്യനെ ഒരു 20 മോഡ്യൂൾസ് ആയിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. മൊത്തം മോഡേൺ ഇന്ത്യനെ, അതായത് ഒരു എന്താ പറയാ ഒരു 1707 തൊട്ട് ഒരു 1947 വരെയുള്ള ഒരു കാലഘട്ടത്തെ 20 മോഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്നിട്ട് ഈ കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കി ഓരോ മോഡ്യൂളിന്റെയും കോർ ഏരിയാസ് നല്ല രീതിയിൽ കോൺസെപ്ച്വലി ക്ലിയർ ആവുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യ ആൻസറബിൾ ആണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് തൊട്ട് തുടങ്ങണം. ഈ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച്, അവരുടെ അറൈവൽ, അവരെന്തിനു വന്നു, എപ്പോ വന്നു, ആര് വന്നു, ആരാണ് ആർക്ക് ശേഷം വന്നു, മുമ്പ് വന്നു, ഇവരിവിടെ എവിടെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, സെറ്റിൽഡ് ആയി, ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇവർക്ക് ഇന്ത്യൻസുമായിട്ടുള്ള റിലേഷൻസ് എന്തായിരുന്നു, ഈ ഒരു ബേസിക് കഥയിൽ നിന്നെല്ലാം തുടങ്ങണം. അന്നേരം കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ആ സമയത്തുണ്ടായിരുന്ന മുഗൾസുമായിട്ടുള്ള അസോസിയേഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് പ്രിവിലേജസ്, അല്ലെങ്കിൽ ഇവരുടെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സ്, ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ ഇവർക്ക് ഇന്ത്യൻസുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ്, അവിടെ തൊട്ട് തുടങ്ങും. അതിനുശേഷം വരുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇവരുടെ റൂൾ. ഇപ്പൊ ഈ പറഞ്ഞ യൂറോപ്യൻസിന് മറ്റുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തി ലൈക്ക് ഈ ബ്രിട്ടീഷ് ലൈക്ക് എന്താ പറയുക അവരുടെ കമ്പനി റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ കമ്പനി റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിന്റെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ എങ്ങനെയാണ് അവരിവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആക്സിഡന്റൽ ഓർ പ്ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം അവരുടേതായിട്ടുള്ള കുറെ എന്താ പറയുക കുറെ പോളിസീസ് ഉണ്ട്. സബ്സിഡി അലയൻസ് ആയിക്കോട്ടെ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോളിസി ഓഫ് ഇൻഫൻസ് ആയിക്കോട്ടെ. സോ ഒരുപാട് പോളിസീസിലൂടെ കുറെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറെ പരിപാടികളിലൂടെ അവരെന്ന് വെച്ചാൽ അവരുടെ ഒരു ആധിപത്യം ഇവിടെ സ്ഥാപിച്ചു. പിന്നെ അവരുടേതായിട്ടുള്ള മിലിറ്ററി കോൺഗ്രസ് ഉണ്ട്. ഇപ്പൊ ബംഗാൾ കോൺഗ്രസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്ലാഷി ബക്സർ കോൺഗ്രസ്റ്റ്, അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത, മൈസൂർ, ആംഗ്ലോ ഫ്രഞ്ച്, സിഖ്, അങ്ങനെ ഒരുപാട് മിലിറ്ററി കോൺഗ്രസിലൂടെയും ഡിപ്ലോമാറ്റിക് പോളിസീസിലൂടെയും അവരെങ്ങനെയാണ് ഇവിടെ അവരുടെ സീറ്റ് ഉറപ്പിച്ചത്, ഈ ഒരു ട്രേഡിംഗ് കൺസേൺ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് മാറുന്നത്, അതിന് സഹായിച്ച അതിന്റെ പ്രധാനപ്പെട്ട എന്താ പറയുക ഈ പറയുന്ന പില്ലേഴ്സ് ആരൊക്കെയാണ്. ഈ റോബർട്ട് ക്ലൈവ് തൊട്ട് ഇങ്ങോട്ടേക്ക് അതിൽ വാറൻ ഹേസ്റ്റിങ്സ് വരും, കോൺവാലിസ് വരും, വെല്ലസ്ലി വരും, ഡൽഹൌസി വരും. അപ്പോൾ ഇവന്മാരൊക്കെ ചെയ്ത് കൂട്ടിയ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവ്സിലൂടെയാണ് കമ്പനി ശരിക്കും ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. പിന്നെ അവരായിട്ട് കൊണ്ടുവന്ന കുറേ റിഫോംസ് ഉണ്ട്. ഈ പറയുന്ന ലാൻഡ് റവന്യൂ റിഫോംസ്, എക്കണോമിക് റിഫോംസ്, സോഷ്യൽ റിഫോംസ്, ജുഡീഷ്യൽ റിഫോംസ്, ലോ റിഫോംസ്. അപ്പോൾ ആ ഒരു കമ്പനി റൂൾ ആ ഒരു കാലഘട്ടത്തിൽ അവരെങ്ങനെ ഇവരെ അവരുടെ വേരുറപ്പിച്ചു, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടി, അത് നമ്മുടെ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ഒരു സ്പെക്ട്രത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഈ കൊളോണിയൽ റൂളിന്റെ എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് അത് എഡ്യൂക്കേഷൻ സെക്ടറിൽ, സിവിൽ സർവീസസിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ, അതിൽ തന്നെ ഇൻഡസ്ട്രീസിലും അഗ്രികൾച്ചറിലും, അല്ലെങ്കിൽ ഈ പറയുന്ന ലാൻഡ് റവന്യൂ റിഫോംസ്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ജുഡീഷ്യൽ റിഫോംസ്, പോലീസ് റിഫോംസ്, ഇങ്ങനെ പല സെക്ടറിലും, അർബൻ ആൻഡ് റൂറൽ, ഈ ഓരോ സെക്ടറിലും ഇവരുടെ പോളിസീസ് ഒക്കെ എത്രത്തോളം എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, അതിന്റെ ലോങ് ടേം ഷോർട്ട് ടൈം കോൺസിക്വൻസസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വിക്ടിംസ് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ ഏത് രീതിയിലൊക്കെയാണ് അത് സ്വാധീനിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കൊളോണിയൽ റൂളിന്റെ കുറെ ഇമ്പാക്ട്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ആയിരിക്കണം അടുത്ത നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്.
അവിടെ തന്നെ കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസും ഉണ്ട്, ഈ റെഗുലേറ്റിംഗ് ആയിട്ടും കിഡ്സ് ഇന്ത്യ ആക്ടും ചാർട്ടർ ആക്ടൊക്കെ ആയിട്ട്. അതിനുശേഷം ഓക്കെ ഇവര് റൂൾ തുടങ്ങി, കുറേ പ്രശ്നങ്ങളായി തുടങ്ങി. അന്നേരം എന്താ വെച്ചാൽ തിരിച്ച് റിയാക്ഷൻസ് ഉണ്ടായല്ലോ, എജിറ്റേഷൻസ് ഉണ്ടായി. തുടക്കത്തിലുണ്ടായ എജിറ്റേഷൻസ് അല്ലെങ്കിൽ റെബലിയൻസ് ഉണ്ട്, പ്രസന്റ് സിവിൽ റെബലിയൻസ്. അതങ്ങനെ പോകെ 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 നമ്മൾ 1857 റിവോൾട്ടിലേക്ക് എത്തുന്നു. അതായിരിക്കണം അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ തന്നെ ചേർത്ത് വായിക്കേണ്ട പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു എന്താ പറയാ, കോയിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് പോലെ ഈ കൊളോണിയൽ റൂൾ ഒരു പരിധിവരെ ഇന്ത്യയുടെ റിനൈസൻസിന് കാരണമായിട്ട് മാറി. അപ്പൊ എത്രത്തോളം റിവൈവലിസ്റ്റ്, റിഫോമിസ്റ്റ്, സോഷ്യോ റിലീജിയസ്, കൾച്ചറൽ റിഫോമിസം ഇവിടെ സംഭവിച്ചു, അത് ബ്രഹ്മസമാജ് തൊട്ട് നമ്മൾ അവിടെ പഠിക്കാം. ബ്രഹ്മസമാജ്, ആര്യ സമാജ്, പ്രാർത്ഥന സമാജ്, അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെന്റ്, വഹാബി മൂവ്മെന്റ്, സോ മെനി മൂവ്മെന്റ്സ് അത് റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട്, റിവൈവലിസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട്. അതിന് ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്, അവരുടെ ഐഡിയോളജീസ് ഉണ്ട്, ടീച്ചിങ്സ് ഉണ്ട്, കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ലൈക്ക് സൊസൈറ്റിയിൽ റിഫ്ലക്ട് ചെയ്തത്? സതി അബോളിഷൻ ആക്ട് ഈസ് ദർ, വിഡോ റീമാരേജ് ആക്ട് ഈസ് ദർ, ഇന്റർകാസ്റ്റ് മാരേജ് ആക്ട് ഈസ് ദർ, ഏജ് ഓഫ് കൺസെന്റ്, സോ മെനി തിങ്സ് ഹാപ്പൻഡ്. അപ്പോൾ ഒരു പരിധിവരെ ബ്രിട്ടീഷ് അവരുടെ ഭരണം സുഗമമാക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് ദ്രോഹിക്കുമ്പോൾ അറിഞ്ഞോ അറിയാണ്ടോ അതിന്റെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന് എഡ്യൂക്കേഷൻ ആണെങ്കിൽ, മറ്റൊന്ന് സിവിൽ സർവീസ് ആണെങ്കിൽ, മറ്റൊന്ന് ഒരു കോഡിഫൈഡ് ലോ മെക്കാനിസം ആണെങ്കിൽ, മറ്റൊന്ന് ഇവിടെ സോഷ്യോ റിലീജിയസ് റിഫോമിസം ആണ്, ഒരു ഇന്റലക്ച്വൽ റിവൈവലിസം ആണ്. അപ്പോൾ ഒരു പരിധിവരെ അത് പിന്നീട് വലിയൊരു നാഷണൽ മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആശയം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ശേഷം പോകുന്നത് പോസ്റ്റ് 1857 ഒരു സോഷ്യോ എക്കണോമിക് കൾച്ചറൽ സ്പെക്ട്രത്തിലേക്കാണ്. അപ്പോൾ ബ്രിട്ടീഷ് രാജ് 1857 ശേഷം കമ്പനി റൂൾ അവസാനിപ്പിച്ചു. കമ്പനി റൂൾ അവസാനിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന ക്രൗൺ റൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 1857 ശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ബ്രിട്ടീഷിന്റെ ഒരു കണ്ണു തുറക്കലായിരുന്നു സത്യം പറഞ്ഞ 1857 റിവോൾട്ട്. ഒരു തിരിച്ചറിവായിരുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ളൊരു തിരിച്ചറിവായിരുന്നു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു മിലിറ്ററിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ്സുമായിട്ടുള്ള റിലേഷൻസിലായിക്കോട്ടെ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് കൃത്യമായിട്ട് ഈവൻ ഈ ഗുഡ് ഗവർണൻസ് ആക്ട് 1858 തൊട്ട് അങ്ങോട്ടേക്ക് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 തൊട്ട് നമ്മൾ വിജിലന്റ് ആവണം. ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു ക്യാരക്ടർ മാറുന്നത്? ഈ ഇന്ത്യൻ മൂവിയിൽ വിക്രം എന്താ പറയുക ഫേസ് മാറുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ആ മാറ്റങ്ങൾ UPSCക്ക് പ്രിലിംസിനും മെയിൻസിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വി മസ്റ്റ് നോ എന്ത് ചേഞ്ച് സംഭവിച്ചെന്നുള്ളത്. അതൊരു ഒരു പർട്ടിക്കുലർ ഒരു ടേണിംഗ് പോയിന്റ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പം ആ മാറ്റങ്ങളിലൂടെയാണ് പിന്നെ ഒരു തിരിച്ചറിവ് ഇന്ത്യൻസിനും ഉണ്ടാവുന്നത്. ആക്ച്വലി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഗവൺമെന്റ് വേണം, അല്ലെങ്കിൽ ഒരു ദേശീയത, അല്ലെങ്കിൽ ഒരു നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ഇന്ത്യൻ പോക്കറ്റ്സിൽ ഊട്ടി ഉറയ്ക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത് ഈ ഒരു 1857 റിവോൾട്ടിന് ശേഷമുള്ള ചേഞ്ചസിലൂടെയാണ് അവർക്ക് തിരിച്ചറിവുണ്ടാവുന്നത്. അപ്പൊ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നു. അവിടെയാണ് ഒരു ദേശീയത ജനിക്കുന്നത്. അപ്പൊ അവിടെ കുറെ റിഫോംസ് ഉണ്ട്, കൗൺസിൽ റിഫോംസ് ഉണ്ട്. ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1861 അല്ലെങ്കിൽ അങ്ങനെ കുറെ റിഫോംസ് സംഭവിക്കുന്നു. ബ്രിട്ടീഷിന്റെ കുറെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പൊ അതിലൊക്കെ ഇന്ത്യൻസ് തിരിച്ചറിയുന്നു ബ്രിട്ടീഷിനെ നമ്പുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒരു ദേശീയത ജനിക്കുന്നു. അപ്പൊ അതിന് കുറെ ഇന്റർനാഷണൽ ഈവന്റ്സും കൂടി സ്വാധീനിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നത് പോസ്റ്റ് 1857 ബ്രിട്ടീഷ് രാജിലുണ്ടായ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന റിഫോംസും പോളിസി ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ എത്രത്തോളം ദേശീയത ഉണർത്തി. പിന്നെ അങ്ങോട്ട് ദേശീയത വളർത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇവിടെയുള്ള വൈസ്രോയ്സിന്റെ റിഫോംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ഇൻഡസ്ട്രിയൽ പോളിസീസ്, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അപ്പോൾ അവരുടെ ഇൻഡസ്ട്രിയൽ പോളിസീസ് ആയിക്കോട്ടെ, അവരുടെ ലാൻഡ് റിഫോംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ whatever the policies, it's leading to continuous famines, continuous droughts, continuous drain of wealth out of the nation. So many things are happening. The result was poverty and this what is called extreme lower GDP or maybe famine. ആ ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്തൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ദേശീയത ഉണ്ടാവുന്നത്. എക്കണോമിക് നാഷണലിസം ആണ് സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ നാഷണലിസത്തെ ജനിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യയിലെ മതങ്ങളും ജാതികളും വർണ്ണങ്ങളും വർഗങ്ങളും എല്ലാവരും ഒരുമിക്കുകയാണ്. അവരൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് നാഷണൽ എജിറ്റേഷൻ ആണ്.
അവിടെയാണ് INC-ന്റെ ഒരു ജനനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു ഇന്ത്യൻ എഫേർട്ട് ആയിരുന്നില്ല, ഒരു ബ്രിട്ടീഷ് എഫേർട്ട് ആയിരുന്നു. ഒരു എ ഒ ഹ്യൂം എന്ന് പറയുന്ന റിട്ടയർഡ് സിവിൽ സർവന്റ് ആണ് ഈ പറയുന്ന കോൺസെപ്റ്റ് ഡഫറിനെയും ബ്രിട്ടീഷ് വൈസ്രോയിനെ ഇന്ത്യക്കാരെയൊക്കെ കൺവിൻസ് ചെയ്യുന്നത് അയാളാണ്. ലൈക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 1857 റിവോൾട്ട് ഉണ്ടാവാണ്ട് ഇവരെ നമുക്ക് സുഗമമായിട്ട് പറ്റിക്കാം എന്നൊരാശയം, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്താൽ അവർ കൂളായിക്കോളും, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഈ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള വിഭാഗങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിന്നോളും എന്നൊക്കെയുള്ള കുറേ ആശയങ്ങളുടെ പുറത്താണ് ആ ഒരു സംഭവം വരുന്നത്. പക്ഷേ ഇന്ത്യൻസ് അത് ഇൻസ്റ്റന്റ്ലി അംഗീകരിക്കുന്നു. കാരണം ഇന്ത്യൻസിന് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ INC ജനിക്കുന്നു. അപ്പോൾ INC എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം റെപ്രസെന്റിംഗ് ഫ്യൂ എഡ്യൂക്കേറ്റഡ് ക്ലാസസ് ഓഫ് ഇന്ത്യൻസ്. They will be sending some resolutions we are putting in the waste bin എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതേ കോൺസെപ്റ്റാണ് പിന്നീട് അതിശക്തമായിട്ടുള്ള വലിയൊരു നാഷണൽ മൂവ്മെന്റിന്റെ എന്താ പറയുക ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് വളരുന്നത്. അപ്പൊ അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യം മോഡറേറ്റ് ഫേസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മോഡറേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷനും കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയോളജീസ് ഒക്കെ ഉണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ഈ പറയുന്ന മോഡറേറ്റ് ലീഡേഴ്സ്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ സംഭാവന ഒരു എക്കണോമിക് എക്സ്പ്ലോയിറ്റേറ്റീവ് നാച്ചർ, ബ്രിട്ടീഷിന്റെ ഒരു സാമ്പത്തിക ചൂഷണം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ശരിക്കും ഒരു സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ കോൺടെസ്റ്റിലൊക്കെ ഒരു പുതിയ വിഭാഗം ജനനം ചെയ്യുന്നത് എക്സ്ട്രീമിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഒരു സ്വരാജിസ്റ്റ് അല്ലെങ്കിൽ സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കുള്ള ഫിലോസഫിയും ഐഡിയോളജീസ് ഒക്കെ ഒരു ഗ്രൂപ്പ് ഉദയം ചെയ്യുന്നത്. അപ്പൊ അവര് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഡോണ്ട് ഹാവ് എനി ലെജിറ്റിമേറ്റ് റൈറ്റ് റൂൾ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിലാണ് പഠിക്കുന്നത്. കാരണം അവർക്ക് അറിയാം ദിസ് ഈസ് അവർ നേഷൻ ആൻഡ് ഫോറിനേഴ്സ് ഹാവ് നോ റൈറ്റ് ടു റൂൾ അസ്. ആ ഒരു കോൺടെസ്റ്റിൽ ബോയ്കോട്ട്, നോൺ കോപ്പറേഷൻസ് പോലുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മാസ് മൊബിലൈസേഷൻ, ഡിറ്റൻഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ മുന്നോട്ടേക്ക് പോകുന്നു. അതിന്റെയും കൂടിയൊരു വിഭാഗമാണ് റെവല്യൂഷണറീസ് എന്ന് പറയുന്നത്. ഫോഴ്സ് മസ്റ്റ് ബി മെറ്റ് ബൈ ഫോഴ്സ് എന്ന് പറയുന്ന, ഗണ്ണിനടിച്ചാൽ ഗണ്ണിന് തിരിച്ചടിക്കണം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ആയിട്ട് റെവല്യൂഷണറീസ് വരുന്നു. അപ്പം ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് എക്സ്ട്രീമിസ്റ്റ് ഫേസിന്റെ കാലഘട്ടത്തിൽ വേൾഡ് വാർ 1 സംഭവിക്കുന്നു, ഹോം റൂൾ ലീഗ് സംഭവിക്കുന്നു. അപ്പം വേൾഡിലും ഇന്ത്യയിലും സംഭവിക്കുന്ന അതിന്റെ റിഫ്ലക്ഷൻസ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും. ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് UPSC ക്വസ്റ്റ്യൻസ് മെയിൻസിലും പ്രിലിംസിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഗാന്ധിയൻ എറയാണ്. അപ്പൊ ഗാന്ധിയൻ എറയെ 2 ഫേസ് ആയിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഇനീഷ്യലി ഗാന്ധിജീന്റെ ഒരു ബ്രിട്ടീഷുകാരുടെ ഒരു ട്രൂ നാച്ചർ തിരിച്ചറിയുന്നോടം വരെയുള്ള ഗാന്ധിയൻ ഫേസും അദ്ദേഹത്തിന്റെ ഈവൻസും പോളിസീസും ഡിപ്ലോമസീസും ഐഡിയോളജീസും ഒക്കെ. സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഗർവാപ്പസി, പിന്നെ അദ്ദേഹത്തിന്റെ ലോക്കലൈസ്ഡ് മൂവ്മെന്റ്സ്, ബ്രിട്ടീഷുകാരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇനീഷ്യൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പോളിസീസിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു, അതൊക്കെ കൃത്യമായിട്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈവൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ഒരു 1930s വരുമ്പോൾ ഈ ലെഫ്റ്റ് വിങ്, റൈറ്റ് വിങ് എക്സ്ട്രീമിസം അല്ലെങ്കിൽ അങ്ങനെയുള്ള ലെഫ്റ്റിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ ശക്തമാകുന്നു. കോൺഗ്രസിന്റെ ഉള്ളിലും പുറത്തും ഈ പറയുന്ന കുറച്ച് ലിബറൽസ്, റാഡിക്കൽസ് അവരൊക്കെ ശക്തരാകുന്നു. ഗാന്ധിജിയിലും സത്യം പറഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. 1930s ശേഷമുള്ള ഗാന്ധിജി ഒരു ഡിഫറെന്റ് ഗാന്ധിജിയാണ്. അപ്പൊ അതെന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോളിസീസ് എന്താണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ലീഡ് ചെയ്ത മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്. ക്വിറ്റ് ഇന്ത്യ പോലുള്ള മൂവ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് CDM ഉണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടായിരിക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നവരും വിമർശിച്ചവരും അല്ലെങ്കിൽ അപ്പുറം നിന്നവരും ഇപ്പുറം നിന്നവരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, പാർട്ടികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ധാരണയുണ്ടായിരിക്കണം, അവരുടെ ഐഡിയോളജീസ്. പിന്നെ വരുന്ന പോർഷനാണ് ഫൈനൽ ഫേസ് എന്ന് പറയുന്നത്, അത് ടുവേഴ്സ് ദിസ് ഫ്രീഡം ആൻഡ് പാർട്ടീഷൻ. അപ്പോൾ അവിടെ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് തൊട്ട് അങ്ങോട്ടേക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം എന്തൊക്കെ സംഭവ വികാസങ്ങളിലൂടെയാണ് ഈ പറയുന്ന സോക്കോൾഡ് ഒരു ഫ്രീഡം അച്ചീവ്മെന്റിലേക്ക് നമ്മൾ പോകുന്നത്. അത് ക്യാബിനറ്റ് മിഷൻ, അതിന് മുമ്പുള്ള ക്രിപ്സ് മിഷൻ, അതിനുശേഷം സംഭവിക്കുന്ന റിഫോംസ്, നൗ ഫൈനലി ഹൗ ദിസ് ഹാപ്പൻഡ്, ഈ പറയുന്ന നേവൽ മ്യൂട്ടിനി, അതിനുശേഷം ഹൗ ദിസ് ഹാപ്പൻഡ്, ഐ മീൻ ദിസ് പാർട്ടീഷൻ ഹാപ്പൻ ഓൺ വാട്ട് ഗ്രൗണ്ട്സ്. അപ്പൊ അതിന്റെ പിന്നാമ്പുറത്തുള്ള എന്താ പറയുക, നമ്മുടെ ഈ പറയുന്ന ഇന്ററിം ഗവൺമെന്റ് ഫോർമേഷൻ, അല്ലെങ്കിൽ ദിസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ആ കോൺടെസ്റ്റിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഫൈനലി
മൗണ്ട് ബാറ്റന്റെ അറൈവലും ഈ പറയുന്ന ഫ്രീഡം ആൻഡ് പാർട്ടീഷൻ. അപ്പോൾ ഇത്രയാണ് ശരിക്കും നമുക്ക് 1947 വരെ ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ഐ മീൻ എസ്പെഷ്യലി 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ടുള്ള റിഫോംസ്, ഈ 1909 കൗൺസിൽ റിഫോംസ് ആയിക്കോട്ടെ, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിക്കോട്ടെ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആയിക്കോട്ടെ, ഇതൊക്കെ ഭയങ്കര ക്രിട്ടിക്കലാണ്. കാരണം എല്ലാ വർഷവും UPSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആക്ടുകളാണ്. അത് ഭയങ്കര ക്രൂഷ്യലാണ്. സത്യം പറഞ്ഞാൽ ഇത്രയാണ് ശരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഈ ഒരു എന്താ പറയുക, പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, ഐ മീൻ ഇപ്പം സോഷ്യോ റിലീജിയസ് റിഫോമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിക്കോട്ടെ, പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസ്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും ഇതിനൊരു കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റോറി മോഡിൽ ഈവന്റ് ബൈ ഈവന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ഈസി ആയിരിക്കും. റാദർ ദാൻ നമ്മൾ ഫാക്ട് ഇങ്ങനെ ബൈഹേർട്ട് ചെയ്ത് കഥ രൂപത്തിൽ 20 ക്യാപ്സ്യൂൾ 20 ടോപ്പിക് എന്ന രീതിയിൽ പഠിക്കാം, എന്നിട്ട് അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാം. എക്സാക്ട്ലി. ഞാൻ ഇപ്പം 20 ടോപ്പിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, പക്ഷെ എന്നാലും സാർ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ 2-3 ടോപ്പിക് ഞാൻ ചോദിക്കാം, അതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സാർ ഒന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് എളുപ്പമാവും. ഇപ്പൊ നമ്മൾ എയർലി കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ പറയുകയാണെങ്കിൽ അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഏതൊക്കെ എങ്ങനെ ടോപ്പിക് നെയിം അല്ല, ഏത് സ്ട്രക്ചറിൽ നമ്മളത് പഠിക്കണം? early constitutional agitations എന്ന് പറയുന്നത് നമ്മൾ മോഡറേറ്റ് ഫേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതൊരു 1885 തൊട്ട് ഒരു 1905 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ എജിറ്റേഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരോട് അലയൻസ് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാണ്ട് അവരുടെ കോപ്പറേഷനോട് കൂടി കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത സംഭവമാണ് ഈ ഏർലി കോൺസ്റ്റിറ്റ്യൂഷണൽ എജിറ്റേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പ്രധാനമായിട്ടുള്ള ആൾക്കാർ മോഡറേറ്റ്സ് ആണ്. മോഡറേറ്റ്സിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? ദർ ആർ പ്രസ് റിഫോംസ്, ഓക്കെ, ഫ്രീഡം ഓഫ് ദ സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, പ്രസ് റിഫോംസിന് വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മോഡേണൈസേഷൻ, എഡ്യൂക്കേഷണൽ റിഫോംസ്, സിവിൽ സർവീസ് റിഫോംസ്, അല്ലെങ്കിൽ കൗൺസിൽ റിഫോംസ്, മോർ എൻട്രി ഓഫ് ഇന്ത്യൻസ്, മോർ റെപ്രസെന്റേഷൻ, മോർ റിസർവേഷൻ ഫോർ ഇന്ത്യൻസ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു. അല്ലെങ്കിൽ വി മസ്റ്റ് ഹാവ് എ വെരി കോർഡിയൽ ഇന്റർനാഷണൽ റിലേഷൻസ്. ഇന്റർനാഷണൽ റിലേഷൻസ് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കുറേ കൂടി കോർഡിയലാക്കുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന സോക്കോൾഡ് എക്കണോമിക് വ്യവസ്ഥിതി ഇംപ്രൂവ് ചെയ്യുക, ലാൻഡ് റവന്യൂ റിഫോംസ് കൊണ്ടുവരിക, അത് പ്രോ പെസന്റ് ആക്കുക, ഐ മീൻ കൃഷിക്കാരെ സേവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് സേവ് ചെയ്യുന്ന രീതിയിൽ, ജമീന്ദാരെ സേവ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിഫോംസ് കൊണ്ടുവരിക. അങ്ങനെ ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള, എന്താ പറയുക, ഭയങ്കര മോഡറേറ്റ് ആയിട്ടുള്ള ചില റിഫോംസ് ആണ് മോഡറേറ്റ് ഫേസിൽ ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഈ മോഡറേറ്റ് ഫേസ് എന്ന് പറയുന്നത് 1885 തൊട്ട് 1905 എന്ന് പറയുമ്പോൾ 20 വർഷങ്ങൾ ശരിക്കും എന്താ പറയുക, ഒരു തീൻ തിൻകി തമാശ എന്നുള്ള രീതിയിലാണ് പിന്നീട് കുറച്ചും കൂടി സർക്കാസ്റ്റിക് ആയിട്ട് ലൈക്ക് എക്സ്ട്രീമിസ്റ്റ് വിങ് അതിനെ വിശേഷിപ്പിക്കുക. കാര്യമായിട്ട് വർഷം കൂടുന്ന ഈ പറയുന്ന മീറ്റിംഗ്സും റെസൊല്യൂഷൻ പാസിംഗും അല്ലാതെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മാസ് എജിറ്റേഷൻസോ മാസ് മൂവ്മെന്റ്സോ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. വർഷത്തിൽ കൂടുന്ന മീറ്റിംഗ്സിൽ ഇവർ റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്നു. അതിൽ തന്നെയുള്ള ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ബ്രിട്ടീഷുകാരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് കൂടുതൽ റിസർവേഷൻ റെപ്രസെന്റേഷൻ തരൂ തായോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള റിഫോംസ് ആയിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നോക്കേണ്ടത് കൗൺസിൽ റിഫോംസ് ആണ്. ഒരു പരിധിവരെ ഇവരുടെ ഡിമാൻഡ്സ് ഉണ്ട്. കൗൺസിൽ റിഫോംസിൽ, കൗൺസിൽ ആക്ട്സിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരുന്നു, പക്ഷെ കൃത്യമായ ഒരു ചേഞ്ച് അല്ല, ബട്ട് സ്റ്റിൽ സം ചേഞ്ചസ് ആണ്. എഡ്യൂക്കേഷണൽ റിഫോംസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഈസ് ദർ. ഓക്കെ, വുഡ്സ് ഡെസ്പാച്ച് തൊട്ട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും some educational reforms they have introduced, council reforms they have introduced. The 60s ആയിക്കോട്ടെ, 80s ആയിക്കോട്ടെ, 90s ആയിക്കോട്ടെ, you can see some council reforms. പിന്നെയുള്ളത് ഈ പറയുന്ന സംഭവങ്ങളാണ്. what is called constantly they are demanding for this economic stability, sustainable growth, friendly international relations. ഒരു പരിധിവരെ അവരുടെ ഡിമാൻഡ്സ് കാര്യമായിട്ടുള്ള രീതിയിൽ അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എക്സ്ട്രീമിസ്റ്റ് വിങ്ങിന്റെ ജനനത്തിന് കാരണം. ഓക്കെ. അതുപോലെ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് പറഞ്ഞു നമ്മൾ, അതിനകത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സിൽ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഒരു ബ്രിട്ടീഷ് പാർലമെന്ററി ഇന്റർവെൻഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റെഗുലേറ്റിംഗ് ആക്ട് 1773 ആണ്.
അവിടെ തൊട്ട് ഇങ്ങോട്ടേക്ക് പിറ്റ്സ് ഇന്ത്യ ആക്ട്, ചാർട്ടർ ആക്ട് 1813, 33, 53, you see Government of India Act 1858, Council Reform 61, so 92. So continuously, Indian Council Act 1909, then Government of India Act 1919, Government of India Act 1935. So regulating act തൊട്ട് Government of India Act 1935 വരെ നമ്മൾ കൃത്യമായിട്ട് ഒരു ഓർഡറിൽ പഠിച്ചു പോവാം. വാട്ട് ഓൾ ദ ചേഞ്ചസ് ഹാപ്പൻഡ്, ഓക്കെ. ഐ മീൻ വാട്ട് ഓൾ ദീസ് ലൈക്ക് എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു 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 ലൈക്ക് പൊളിറ്റിക്കൽ ചേഞ്ചസ് വിച്ച് ഹാപ്പൻഡ്, പൊളിറ്റിക്കൽ ചേഞ്ചസ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഓർ ഇന്ത്യൻസ്, ഇഫ് എനി ഓർ ടു വാട്ട് എക്സ്റ്റെൻറ്റ്, അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഡയാർക്കി റിഫോംസ് ഉണ്ട്, റിസർവ്ഡ് സബ്ജക്ട്, ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ്, ഫെഡറൽ റിഫോംസ്, അത് ഒരുപാട് തവണ ചോദിച്ചു. എസ്പെഷ്യലി 1919 ആക്ടും 1935 ആക്ടും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഫൈനലായിട്ട് ഈ ഗാന്ധിയൻ ഇറ നമ്മൾ എങ്ങനെ ഈസി ആയിട്ട്, ഗാന്ധി ഭയങ്കര സിമ്പിൾ ആണ്. നമ്മളൊരു കഥ പോലെ, ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ എന്താണ് ഗാന്ധിജീനെ പോപ്പുലർ ആക്കിയത്, അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ ടൂൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോൺ വയലൻസ്, അഹിംസ, ട്രൂത്ത്ഫുൾനെസ്, അല്ലെങ്കിൽ മാസ് മൊബിലൈസേഷൻ, ഈ സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയാണ് അദ്ദേഹം അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത്. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, ആൻഡ് അദ്ദേഹത്തിന്റെ ഗർവാപ്പസി ഇന്ത്യയിൽ വന്നു. ഇനീഷ്യലി ലോക്കലൈസ്ഡ് മൂവ്മെന്റ്സിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതെന്തൊക്കെയായിരുന്നു. ദെൻ വാട്ട് വാസ് ഹീസ് നാഷണൽ എൻട്രി, അവിടെ തൊട്ട് അങ്ങോട്ട് റവലറ്റ് സത്യാഗ്രഹം തൊട്ട് അങ്ങോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, അദ്ദേഹം ലീഡ് ചെയ്ത പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ്, അതിന്റെ കോസസ് ആൻഡ് കോൺസിക്വൻസസ്, പാർട്ടിസിപ്പേഷൻ, now British responses to each. For example, NCM, CDM, Quit Indiaയിലൊക്കെ ബ്രിട്ടീഷ് റെസ്പോൺസസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഷോർട്ട് ടൈം ലോങ് ടൈം ഗോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഗാന്ധിജി അപ്രോച്ച് ചെയ്ത രീതികൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന് പല രീതികളുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ഒബിയസ്ലി അദ്ദേഹം എന്താ പറയുക ഒരു നമ്മൾ ഈ സ്ട്രഗിൾ, ട്രൂ സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ എന്താണത്, അല്ലെങ്കിൽ അത് പല കോണ്ടസ്റ്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വിരക്തി ഉണ്ടായിരുന്ന, വിമുഖതയുണ്ടായിരുന്ന ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഒപ്പം നിന്ന ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ദർ ഇസ് എ കോൺസെപ്റ്റ് സ്വരാജിസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്, സ്വരാജിസ്റ്റിനോടുള്ള അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്തായിരുന്നു, ഇതൊക്കെ UPSC ചോദിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് തിങ്ക് ലൈക്ക് എ ഹീറോ, യുനോ എ ഫാളൻ ഹീറോ ഓർ എ സക്സസ്ഫുൾ ഹീറോ സംതിങ്, അത് നമ്മുടെ ചോയ്സ് ആണ്. ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ ഒരു സിനിമാ കഥാപാത്രം അല്ലെങ്കിൽ സിനിമയിലെ ഒരു ഹീറോ ആയിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അപ്പം ഇദ്ദേഹത്തെ ഹീറോ ആക്കിയ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം നടന്നുപോയ വഴികളുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു വെടിയേറ്റ് വീഴുന്ന മൊമെന്റ് വരെ ഇദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്, വിച്ച് eventually transformed him to a Mahatma or a national leader or father of the nation. അപ്പോൾ ആ ഈവൻറ്റ്സ് എന്തൊക്കെയാണ്, അതൊരു ഓർഡർലി മാനറിൽ നമ്മൾ അതിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്സ് വിൽ ബി. ഇപ്പൊ നമ്മൾ KGF ഒരു റോക്കി ബായ് ഉണ്ട്, അയാൾ റോക്കി ബായ് ആയി വന്ന ഒരു സാഹചര്യം എന്താണ്, അപ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിന്റെ ഒരു എന്താ പറയുക ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, അവിടെ തൊട്ട് നമ്മളിങ്ങനെ സിനിമയിൽ കാണിച്ചു തരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഗാന്ധി എന്നൊരു മൂവി കാണുമ്പോൾ കുറേയൊക്കെ അത് ഫിക്ഷൻ ആണെങ്കിൽ കൂടി കുറേയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ ഈസിയാണ്. അല്ലെങ്കിൽ യു ജസ്റ്റ് ഗോ ത്രൂ സർട്ടൻ ഡോക്യുമെന്ററീസ്, അത് പലതിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററീസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഗാന്ധിജിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാവാം, അദ്ദേഹം ലീഡ് ചെയ്ത ഈവൻറ്റ്സ് ആവാം. ഞാൻ പറയുന്നത് ശരിക്കും ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തെ സങ്കല്പിക്കുക, അദ്ദേഹത്തെ വാർത്തെടുത്ത കുറെ ക്വാളിറ്റീസ്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില വെപ്പൺസ് ഉണ്ട്, അതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഒരു ലീഡറായിട്ട് ട്രാൻസ്ഫോംഡ് ആയി, അത് ഈവന്റ് ടു ഈവന്റിലൂടെ അദ്ദേഹം എങ്ങനെ ട്രാൻസ്ഫോംഡ് ആയി, ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഗാന്ധി. സോ നമുക്ക് ഇത്രയും, അതായത് കഥ പോലെ പഠിക്കുക, അത് കറക്റ്റ് ഏറ്റവും ചെറിയ ക്യാപ്സുലാക്കുക, അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാം. അതാണ് ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞു സാർ ഇപ്പൊ തന്നത്. അത്രേ ഉള്ളൂ. ഞാൻ അപ്പൊ എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾ ഈ ഹിസ്റ്ററി ഭയങ്കര ഒരു നോൺ ട്രീറ്റഡ് ആസ് എന്താ പറയാ ഒരു ഭയങ്കര ബാലികാരമല എന്നൊരു കോൺസെപ്റ്റ് കാണണ്ട. സ്റ്റുഡൻസ് വായിക്കുമ്പോൾ ഈ പറഞ്ഞ 500 പേജുള്ള പേജ് എല്ലാം ഒരുമിച്ചിരുന്നാണ് വായിക്കുന്നത്. എക്സ്ട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ ഇത് ഫേസ് ആയിട്ട് മാറ്റിയിട്ടോ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടോ അല്ല പറയുന്നത്. നല്ല പറ്റുവെച്ച കഥ പോലെ പഠിക്കുക, എംഫസൈസ് ചെയ്ത്. നിങ്ങൾക്ക് ഒരാൾ കഥ പറഞ്ഞു തരാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതൊരു കഥയായിട്ട് സങ്കല്പിച്ച് കഥ പോലെ പഠിക്കാൻ റെഡിയാണെങ്കിൽ, I'm telling you that this is as easy as having a vanilla ice cream or a chocolate ice cream. അത്രയ്ക്ക് മനോഹരമാണ് ഹിസ്റ്ററി.
Thank you for listening to us. താങ്ക് യു. And more series we will launch, we will, bring to you. All the best. Thank you. Gallant IAS, chasing your passion to ace.